നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ ഓണം സ്പെഷ്യൽ റെസിപ്പി സീരീസിലെ ആദ്യത്തെ വിഭവമായി നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാ നല്ല അടിപൊളി ഇഞ്ചിക്കറി. നമുക്ക് ഇഞ്ചിയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അപ്പോൾ ഞാൻ എന്താ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ അധികം കാസ്റ്റ് അയണിൻ്റെ പാനോ അല്ലെങ്കിൽ കടായിയോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ മൺചട്ടി ആണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഒന്നുകൂടി ഇതുപോലുള്ള കാസ്റ്റ് അയണിൻ്റെ കടായിയാണ് നല്ലതെന്ന് തോന്നിയത്. പിന്നെ നമ്മൾ തുടക്കമല്ലേ, ആദ്യത്തെ ഓണം റെസിപ്പിയിൽ ആദ്യത്തെ ആണല്ലോ, അപ്പോൾ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാനിത് പറഞ്ഞത് എൻ്റെ ഈ വെളിച്ചെണ്ണ ഇതിൻ്റെ ഈ ഓയിൽ ക്യാൻ ഉണ്ടല്ലോ, അതിൻ്റെ ഈ ലിഡ് അങ്ങോട്ട് ഊരി, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും, വളരെ ചെറിയൊരു ഹോളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഊരിയിട്ട് അത് കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ കുറച്ചധികം ഒരു 1/4 കപ്പിലേറെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കിലോ ഇഞ്ചിയാണിത്. വെളിച്ചെണ്ണ നമുക്ക് പോരുന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ഫ്രൈ ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചി ഒരുപാട് അങ്ങോട്ട് വെളിച്ചെണ്ണ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി വരില്ല. അതുകൊണ്ട് നല്ലതുപോലെ വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ ഇഞ്ചി ഒന്ന് വാടി ഒരു 1/4 ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കൊരു അല്പസമയം കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇത് കോരാനായിട്ടുള്ള പാത്രമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് കോരിയെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കടായി നല്ല ചൂടാണ്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നമ്മുടെ ഇഞ്ചിക്കറിക്ക്. ഞാനത് ഇങ്ങോട്ട് കോരി മാറ്റുന്നുണ്ട്. ഫ്ലെയിം ഇപ്പം ഞാൻ വളരെ ലോയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ഇവിടെ ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഒരു 10-20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെയൊന്ന് നോക്കിയതാണ് കേട്ടോ. പക്ഷേ ഇത് ചീറ്റിപ്പോയിട്ടോ. ഇങ്ങനെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറേ ഓയിൽ വേണം. ഈ ഒരു തവിയുണ്ടല്ലോ, ഇത് മുങ്ങത്തക്ക രീതിയിൽ ഓയിൽ വേണം. ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം, ഒരുപാട് കോരിയെടുത്ത് മെനക്കെടണ്ട, ഒട്ടും കരിഞ്ഞു പോവില്ല എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനിയൊരു 4 പച്ചമുളക് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് ചെറുതായിട്ടല്ല, എന്നാൽ ഒട്ടും വലുതാക്കിയിട്ടുമില്ല, തീരെ പൊടിയായിട്ടല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓയിലെന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചി ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ്, വെളിച്ചെണ്ണ തന്നെയാണ്. ഇനി ഈ പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഇഞ്ചിക്കറി കഴിക്കുന്ന സമയത്ത് ഈ പച്ചമുളകൊക്കെ ഒന്ന് കടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പോകരുത്. ഒരുപാട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഇഞ്ചിക്കറി ടേസ്റ്റേ പാടെ മാറിപ്പോവും. അപ്പോൾ ഈ ഒരു രീതിയിൽ മതി. ഫ്ലെയിം ഞാൻ നേരത്തെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് മീഡിയം ആക്കി ഇപ്പം നല്ല സിമ്മിലോട്ട് മാറ്റിയിട്ടുണ്ട്, വളരെ ലോയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. പെട്ടെന്ന് തന്നെ കോരിയെടുത്തിട്ടില്ലെങ്കിൽ അത് കരിയും. ഇനി അതേ ഓയിൽ തന്നെ ഞാൻ നമുക്ക് ഇഞ്ചിക്കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഓയിൽ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാനൊരല്പം ഈ ഒരു പാത്രത്തിലേക്ക് കോരി വയ്ക്കുന്നുണ്ട്. ഈ ഒരു സ്പൂൺ റെസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയൊരു പാത്രമല്ല എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നിർബന്ധമുള്ള കാര്യമല്ല വിശേഷിച്ച് ഇഞ്ചിക്കറിക്ക്. അപ്പോൾ ഒരുപാട് വറവൊന്നും മുകളിൽ ഇങ്ങനെ കിടന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ കുറച്ച് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കോരി വയ്ക്കുന്നതാണ്. ഇത് നമുക്ക് അപ്പോൾ തന്നെ ഇത് അടച്ച് വയ്ക്കണം കേട്ടോ, അല്ലെ ഇതിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. സ്റ്റൗ ഞാൻ ഓഫാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി എടുത്തിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഇപ്പോഴും ഓഫാണ്. അപ്പോഴും നമുക്ക് ടെൻഷൻ അടിക്കാതെ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ചൂട് കൂടിപ്പോവും. അപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അത് പൊടിച്ചെടുത്തിട്ടുള്ള ആ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ
വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുള്ള ആ ഇഞ്ചിയൊന്ന് ഇഞ്ചി പൊടിച്ച് ചേർത്തില്ലേ, അത് കട്ടയാകാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഉള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ, മെല്ലെ കൈകൊണ്ട് ഒറ്റ തവണ മാത്രം ഒന്ന് പ്രസ് ചെയ്യുക, ഒരുപാട് പ്രസ് ചെയ്യേണ്ട. ഇതിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. രണ്ടാമത് കുറച്ചുകൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അര ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി നമ്മുടെ ഇഞ്ചിക്കറിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യുകയാണ്. അപ്പം നിങ്ങളുടെ പാചകമൊക്കെ എവിടം വരെ ആയി? എല്ലാവരും തുടങ്ങിയോ? ഓണ റെസിപ്പിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? അപ്പോൾ എന്തായാലും ഈ വർഷം ഇതുകൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പിൻ്റെ കുറവുണ്ട്, അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഓർഡർ അനുസരിച്ചിട്ട് അല്ല കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് നാരങ്ങ കിട്ടിയിട്ടില്ല. അടുത്ത നമുക്ക് നാരങ്ങയാണ് ചെയ്യാനുള്ളത്. പക്ഷേ എനിക്ക് ഇതുവരെയും വലിയ നാരങ്ങ വന്നിട്ടില്ല കേട്ടോ. അപ്പം ഇനിയും ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നത് ഞാൻ ചെയ്യുകയാണ്. നമുക്ക് സദ്യയിൽ എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കിട്ടുന്നത് നമുക്ക് അതനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഐറ്റംസ് അങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്രതീക്ഷയില്ല കേട്ടോ. കുറച്ച് വിഭവങ്ങൾ നമുക്ക് നമ്മുടെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ഓണമാണല്ലോ. അപ്പോൾ അതേ നല്ല കിടുക്കാച്ചി ആയിട്ട് നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിക്കറി നല്ലോണം ഓയിലൊക്കെ തെളിഞ്ഞ് അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ കൂടെ നിങ്ങൾ എന്നും ഉണ്ടാകുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ലാസ്റ്റ് ഒന്നുകൂടി ഞാൻ ഉപ്പും എരിവും ഒക്കെ നോക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി ഞാനൊരല്പം, ഒട്ടും ഇഷ്ടമുള്ളൊരു കാര്യമല്ല കേട്ടോ എനിക്ക് ഈ പഞ്ചസാര ചേർക്കുന്നുള്ളത്. പക്ഷേ നമ്മുടെ ഈ വിഭവത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഒരല്പം ചേർത്താലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ചേർക്കുകയാണ്. വളരെ കുറച്ച് മാത്രം, ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ ഈ മധുരത്തിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. പക്ഷേ ചില വിഭവത്തിൽ നമുക്ക് ചേർത്തേ പറ്റൂ. അപ്പം നമ്മുടെ കൺസിസ്റ്റൻസിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇരുന്നൊന്ന് കുറുകി വരുമല്ലോ നമ്മൾ ഇലയിലൊക്കെ വിളമ്പുന്ന സമയത്ത്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വറവുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റെങ്കിലും ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്തും ഇതിവിടെ തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. കണ്ടോ, നല്ല അടിപൊളി രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ നോക്കി, ഉപ്പും എരിവും പുളിയും ഒക്കെ കറക്റ്റാണ്. ഇനി ഈ ഓയിലുണ്ടല്ലോ, ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചിട്ട് നമ്മൾ ഇഞ്ചിക്കറി എടുക്കുന്ന സമയത്ത് ബോട്ടിലാക്കി വെക്കുമല്ലോ, ആ ഇഞ്ചിക്കറി എടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ ഓയിൽ അതിലേക്ക് ഒഴിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇഞ്ചിക്കറി കേടായി വരില്ല. ഏകദേശം 1 മാസം വരെ വേണം നമുക്ക് സൂക്ഷിക്കാം. ഈ ഓയിലങ്ങ് മാറ്റി വയ്ക്കണം. വീണ്ടും തിരിച്ചൊഴിച്ച് വയ്ക്കുക. താങ്ക് യു.